Hello everyone, I am Anila. Welcome back to my video. ഇന്ന് ഒരു സിമ്പിൾ വീഡിയോ നോക്കാം നമുക്ക്. ഓക്കെ, ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങൾ വളരെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സ്വരാക്ഷരങ്ങൾ ഒന്ന് എഴുതി നോക്കാം നമുക്ക്. ഹിന്ദിയിൽ എത്ര സ്വരാക്ഷരങ്ങളുണ്ട് അറിയാമോ? 13 സ്വരാക്ഷരങ്ങൾ. ഈ 13 സ്വരാക്ഷരങ്ങളുടെ ആ സ്വരം, ആ ശബ്ദം, അതിൽ നിന്ന് വരുന്ന ആ വോയിസ്, അതിലൂടെയാണ് നമ്മൾ ഹിന്ദി അക്ഷരങ്ങളിലേക്ക് പോകുന്നത്, വാക്കുകളിലേക്കൊക്കെ അല്ലേ. അപ്പോൾ എത്ര അക്ഷരമുണ്ട്? 13. നോക്കാം, നമുക്കതൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് എങ്ങനെയാ നോക്കൂ. വി റൈറ്റ് 3 അല്ലേ, ഇൻ മാത്സ് 3 അല്ലേ. അതിൻ്റെ കൂടെ നമ്മൾ ഈ 3ൻ്റെ ഈ കുനിയിൽ നിന്നൊരു വര കൊടുത്ത് ഒരു 1 അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ, വെരി സിമ്പിൾ, ആ. Then again ആ. ഇതിനോട് കൂടി നമ്മൾ 1 more 1 ഒരു ഒന്നുകൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതെന്തായി? ആ ആ ആ ആ ആ. Then E small one, then English letter S. അതിൻ്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് ഒരു കുനി. E E E. Then E. ഈയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കുനി കൂടി മുകളിൽ കൊടുക്കുന്നു. E. Then very simple letter next. U. Then U. Then R. എങ്ങനെ എഴുതുന്നത് നോക്കൂ. R. ഇംഗ്ലീഷ് ലെറ്റർ കെ തിരിച്ചിടുന്നു നമ്മൾ അല്ലേ. ഇംഗ്ലീഷ് ലെറ്റർ കെ തിരിച്ചിടുന്നു. ദെൻ എങ്ങനെയാ കെ എഴുതുന്നത് നമ്മൾ? ഇതല്ലേ, അത് നമ്മൾ തിരിച്ചിടുന്നു കെ. ദെൻ മലയാളത്തിൽ നമ്മൾ ഴ എഴുതാറുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നു? ഈ കെയുടെ കൂടെ ഒരു ഴ കൊടുത്ത് സ്മോൾ സി, റ്. ഇത് മാത്രമാണ് ഒരു കുഞ്ഞ് ടഫ്, ഒരു ചെറിയ ടഫുള്ള അക്ഷരം. ഇത് മാത്രമാണ്. വൺസ് മോർ നോക്കൂ. കെ തിരിച്ചിട്ടു. ദെൻ മലയാളം ഴ എഴുതുന്നു. എ സ്മോൾ സി, റ് റ്. ദെൻ എ സ്മോൾ വൺ E. ഒരു 1 ഒരു 1 ഒരു 1 ഒരു 1 കണ്ടോ? A. Then I. A I. Then നോക്കൂ. Next again. Which letter is this? R. Then what we do? അവിടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ. Then മുകളിൽ ഒരു ചിഹ്നം O. A I O. Then again
Ow. Ah. Finish. സ്വരാക്ഷർ ഫിനിഷ്. നോക്കൂ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, ആ. അല്ലേ? ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, ആ. 13 ലെറ്റേഴ്സ്. നോക്കിയോ മക്കളെ? ഈസി ആയിട്ട് നിങ്ങളുടെ ഹിന്ദി അക്ഷരം സ്റ്റാർട്ടിങ് അല്ലേ, അതുകൊണ്ട് ഈ ഹിന്ദി അക്ഷരങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒരു സൂത്രം ചെയ്തിട്ടുണ്ട്. എന്താണ്? മലയാളം സ്വരാക്ഷരങ്ങൾ കൂടി ചേർത്ത് എഴുതി. നോക്കൂ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, ആ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സ്വരാക്ഷരങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഈ സ്വരാക്ഷരങ്ങൾ ഓരോ അക്ഷരവും വരുന്ന ഓരോ വാക്ക് നമുക്ക് നോക്കാം. ആ ഫോർ അനാർ. നോക്കാം നമുക്ക്. ഓക്കേ. ആ ഫോർ അനാർ. വാട്ട് ഈസ് അനാർ? എന്താണ് ഈ അനാറ്? പൊമോഗ്രെയിൻ. ഓക്കെ. ദെൻ ആ ഫോർ ആം. What is ആം? Mango. E for Imali. What is Imali? Tamarind. Puli. Okay. Then next E. E for eek. Eek. What is eek? Sugar cane. Okay. Then O. O for Ullu. Ullu meaning all. Munga. Okay. Then Oo. Oo for oon. Oon, thread. Then next R. R. R for Rishi. Then A. A for egg. Egg meaning one. Then I. I for Ainak. What is Ainak? Specs. Okay. O. O for Okali. Okali. What is Okali? Mortar. നമ്മുടെയൊക്കെ വീട്ടിൽ കാണും, പഴയ വീടുകളിലൊക്കെ ഉണ്ടാവും, അരി പൊടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനം, ഉരൽ. ഓക്കലി. ഓക്കെ. ദെൻ Ow. Ow for Aurat. Aurat, lady. Aurat meaning lady. Then for Angur. Angur, grape. അപ്പോൾ നമ്മൾ എത്ര അക്ഷരങ്ങൾ പഠിച്ചു? 13 അക്ഷരങ്ങൾ. അ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, ആ. മക്കൾക്ക് ഇഷ്ടമായോ? എങ്ങനെയാ സ്വരാക്ഷരങ്ങൾ പഠിക്കുക എന്നറിയോ? അപ്പോൾ ഇഷ്ടമായ മക്കൾ ഇത് നന്നായി എഴുതി പഠിക്കണം. എന്നിട്ടോ ആ വേർഡ്സ് മൊത്തം
മൊത്തം പറഞ്ഞ് പഠിക്കുക. അടുത്തത് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളെ എങ്ങനെയാണ് എഴുതി പഠിക്കുക നോക്കാം അല്ലേ? ഓക്കെ, സി യു.